Oh angel, you move with us. Bright and white are you, angel? Oh angel, you move with us. Bright and white are you, angel? Oh angel, you move with us. മുടിഞ്ഞ വെയിറ്റ് കാരണം നടക്കാനൊക്കത്തില്ല. പുസ്തകങ്ങളില്ലെങ്കിൽ എന്തിനാടാ മണ്ട സ്കൂളിൽ പോകുന്നത്? വീട്ടിലിരുന്ന് തിന്നാ പോരെ? അതെ, വീട്ടിലിരുന്ന് തിന്നണോ സ്കൂളിലിരുന്ന് തിന്നണോന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതെ, സ്കൂളിൽ പോവാത്ത നിനക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. നീ സ്കൂളിൽ പോകുന്നതും ഞാൻ സ്കൂളിൽ പോവാത്തതും കണക്കാ. കണക്കോ? കാക്കയ്ക്കും കണക്കറിയാമോ? കണക്കെന്ന് പറഞ്ഞാ മാത്തമെറ്റിക്സ് അല്ലേ തിരുമണ്ട? നീ സ്കൂളിൽ പോയിട്ട് കാര്യമില്ലെന്നാ പറഞ്ഞത്. നിന്നോട് തർക്കിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് ഇന്ന് ടെസ്റ്റ് പേപ്പർ ഉള്ളതാ. ടെസ്റ്റ് പേപ്പറിന് കിട്ടുന്നത് ഞാൻ തരാം. അതിനു വേണ്ടി സ്കൂളിൽ വരെ പോകണമെന്നില്ല. എന്നതാടാ? ഇന്നാ എടുത്തോ. അയ്യോ, എനിക്കൊന്നും വേണ്ട കാക്കമുട്ട. ഓ, നിനക്ക് ആനമുട്ടയാണല്ലോ കിട്ടാറുള്ളത്. പക്രുവിനോട് കളിക്കുന്നോ? നിനക്ക് ഞാനൊരു സമ്മാനം തരാം. കൊണ്ടില്ല, ആള് ശശിയായി. നിനക്കും ഞാനൊരു സമ്മാനം തരുന്നുണ്ട്. അയ്യോ, എങ്ങനെയുണ്ട്, കൊള്ളാമോ? നിന്നെ ഞാൻ തട്ടും. ഞൊട്ടും. കുളത്തിൽ പോയി കഴുകാൻ നോക്കാളെ ചക്ക.
ടാറ്റ. കാ, 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 കാ. ശോ, ഇതെങ്ങനെ ഒന്ന് തുടച്ചു കളയും? അതെന്താ? ആഭരണപ്പെട്ടിയോ? അയ്യോ, ഇത് കൊടുത്ത കുന്നോളം ഐസ്ക്രീം കിട്ടും, മലയോളം മുട്ടായും കിട്ടും. റിച്ചു, പ്രീതി, റിച്ചു, സഞ്ജു, പ്രീതി, ഒന്ന് നിന്നേ. നമ്മുടെ പക്രു ആണല്ലോ ആ ഓടി വരുന്നത്. അവൻ എന്തോ അപകടം പറ്റിയെന്നാ തോന്നുന്നത്. എന്താ പക്രു, എന്തു പറ്റി? എടാ, കോൾ അടിച്ചടാ. എന്ത് കോള്? ഇന്ന് നമ്മൾ ആരും സ്കൂളിൽ പോകുന്നില്ല. ടങ്. അതെന്താ? അതൊക്കെ ഉണ്ട്, വാ കാണിച്ചു തരാം. എന്താടാ പക്രു, നീ കാര്യം എന്താണെന്ന് പറ. ഇനി എല്ലാവരും ഇരിക്കും. ഇനി പറയ്, എന്താ കാര്യം? ഇത് കണ്ടോ? അമ്മോ, എവിടുന്നാ പക്രു? എനിക്ക് വഴി കിടന്ന് കിട്ടിയതാ. വഴി കിടന്നോ? അതേ പ്രീതി, ഇത് കൊടുത്താൽ ലക്ഷങ്ങൾ കിട്ടും. എന്നിട്ട് അതെന്ത് ചെയ്യും? നമ്മൾ അടിച്ചു പൊളിക്കും. അടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞാൽ? ആദ്യം നമുക്ക് പാരച്ചൂട്ടില് പറന്നടിച്ചു പൊളിക്കണം. എങ്ങനെയുണ്ട് പ്രീതി? സൂപ്പർ. ഇതൊരെണ്ണം വാങ്ങിയാൽ എന്നും സ്കൂളിന്റെ ടെറസിൽ പോയി ഇറങ്ങാമായിരുന്നു. അത് ശരിയാ, സ്കൂൾ ബസ്സിൽ കുടുങ്ങി പോവേണ്ട ആവശ്യമില്ല. എന്റെ പേടി അതല്ല, വിമാനം വന്നിടിക്കോന്ന. വിമാനം വരുമ്പോ നമുക്ക് മാറിക്കൊടുത്താ പോരെ? അതെങ്ങനെയാടാ മാറിക്കൊടുക്കുന്നത്? പാരച്ചൂട്ടിന് സ്റ്റിയറിംഗ് ഉണ്ടോ? അയ്യോ, പിന്നെ നമ്മൾ എങ്ങനെ താഴേക്ക് ഇറങ്ങുന്നത്? അത് ഈസി അല്ലേ. വിമാനം വരുമ്പോ കൈ വിട്ടാ മതി. കൈ വിട്ടാൽ നമ്മള് പൊടി പോലും കിട്ടൂടാ ഉണ്ട് പക്രു. അയ്യോ, അത് ശരിയാണല്ലോ. ദേ ഒരു വിമാനം വരുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുമടാ വക്രു? സ്റ്റോപ്പ്, സ്റ്റോപ്പ്. വിമാനം നിർത്താനാ പറഞ്ഞത്. വിമാനം എങ്ങനെയാണ് നിർത്തുന്നത്? എനിക്ക് പേടിയാവുന്നു, ഞാനിപ്പോൾ ചാടും. പ്രീതി, ചാടരുത്. വിമാനത്തിന്റെ പൈലറ്റ് നമ്മളെ കണ്ടാൽ വിമാനം തിരിച്ചു വിട്ടോളും. കണ്ടില്ലെങ്കിൽ നമ്മുടെ കഥ തീരും. ഇനി ആലോചിക്കാൻ സമയമില്ല, വേഗം ഒരു തീരുമാനം പറ. ആ പൈലറ്റ് പൊട്ടക്കണനാന്നാ തോന്നുന്നു. വേഗം ചാടിക്കോ. അയ്യോ, എന്താ ബക്രു? ഫ്ലൈ ചെയ്യുന്നതൊക്കെ റിസ്കാ. നമുക്ക് വേറെ എന്തെങ്കിലും ആലോചിക്കാം. വേറെ ഐഡിയ എന്ന് പറയുമ്പോൾ കിട്ടിപ്പോയി. സർഫിംഗ് എങ്ങനെയുണ്ട്? സർഫോ? സർഫല്ലടാ, സർഫിംഗ്. സർഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പ്രീതി? ഈ ടിവിയിലൊക്കെ കണ്ടിട്ടില്ലേ, തിരമാലകളുടെ മുകളിലൂടെ കാലിലൊരു കുന്ത്രാണ്ടം ഫിറ്റ് ചെയ്ത് പറന്ന് നടക്കുന്നത്? കണ്ടിട്ടുണ്ട്. അത് കലക്കും. പക്ഷേ ഇവിടെ എവിടാ കടല്? മുതലക്കുളം മാത്രമല്ലേ ഉള്ളൂ. മുതലക്കുളത്തിലേക്ക് സർഫിംഗും കൊണ്ട് ചെന്നാൽ മുതലകളെ പിടിച്ച് കറുമുറാന്ന് തിന്നു. എടാ മണ്ടന്മാരെ, നമ്മുടെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപയല്ലേ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനാ മുതലകളുമായി കുസ്തി പിടിക്കുന്നത്? അല്ലെങ്കിലും കുളത്തിലൊന്നും സർഫിംഗ് നടക്കൂല, അതിന് കടലിൽ തന്നെ പോണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ടാക്സി പിടിച്ച് ബീച്ചിൽ പോവാം. എന്താ? അത് മതി, ബീച്ചിൽ പോവാം. ബീച്ചിൽ പോയി സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ട് ഒരു വെലസാ മോനെ. പ്രീതി, എങ്ങനെയുണ്ട്? സൂപ്പർ.
പക്രു, ഇതൊരെണ്ണം വാങ്ങിയാലോ? എന്തിന്? നിന്റെ വീട്ടിൽ കടലുണ്ടോ? എന്നാൽ കടലും വാങ്ങാം. സോറിടാ, അതിന് പൈസ തികയില്ല. കൂട്ടുകാരെ, ഒരു സ്രാവ് വരുന്നു. സ്രാവ് കുട്ടികളെ ഉപദ്രവിക്കില്ല. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ആനയ്ക്ക് കപ്പലണ്ടി മുട്ടായി തിന്ന വിശപ്പ് മാറുമോ? അതുപോലെ ആ സ്രാവിന് കുട്ടികള്. എന്നാലും ആ സ്രാവിന്റെ ഒരു വരവ് കണ്ടോ? ലക്ക് കെട്ട വട്ടയാ. റിച്ചുക്കുട്ടാ, വിട്ടോടാ. നിന്നോട് ആരാടാ റിച്ചു സ്രാവിന് കുട്ടികൾ ഹറാമാണെന്ന് പറഞ്ഞത്? അതൊരാഗ്രഹം പറഞ്ഞതാ. നിന്റെ മോഹം അതിമോഹമായടാ. നമ്മളിപ്പോൾ സ്രാവിന്റെ വായിലാവും. ഈ കടലിൽ കൊട്ടക്കണക്കിന് മീനുണ്ടല്ലോ. പിന്നെ എന്തിനാടാ സ്രാവേ നീ വായ പൊളിച്ച് ഞങ്ങളുടെ പിറകെ വരുന്നത്? മീൻ തിന്ന് മടുത്തിട്ടുണ്ടാവും. കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ഡിഷ് അല്ലേ? ഞാനൊന്ന് പേടിപ്പിച്ചു നോക്കിയാലോ? ഓ, പേടിച്ചു വരച്ച് ചാവാതിരുന്നാ മതി. നീ പോടാ. സ്രാവാണെങ്കിലും ജീവനിൽ കൊതിയില്ലാതിരിക്കുക. എന്നാ നീ പേടിപ്പിക്ക്. എടാ സ്രാവേ, എന്റെ കയ്യിൽ തോക്കുണ്ട്. ഞങ്ങളുടെ പുറകെ വന്നാൽ നിന്നെ ഞാൻ വെടിവെച്ച് കൊല്ലും. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. എടാ, സ്രാവ് പേടിച്ചു പോയി. പേടിത്തൊണ്ടൻ. എന്നാലും അവൻ എങ്ങോട്ടാ മുങ്ങിയത്? അവനിപ്പൊ കടലിന്റെ അടിയിൽ പേടിച്ച് വിറച്ച് കിടപ്പുണ്ടാവും. അപ്പോൾ ആ സ്രാവ് നമ്മളെ വിഴുങ്ങി അല്ലേ? സ്രാവോ? ഏത് സ്രാവ്? അതൊന്നുമില്ല. എന്തായാലും സർഫിംഗ് കളിക്കാൻ ഞങ്ങളൊന്നുമില്ല. വേണ്ടെങ്കി വേണ്ട. അമ്യൂസ്മെന്റ് പാർക്ക്, ഷോപ്പിംഗ് മാൾ, സൂ, ഇതിലെവിടെ പോണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. ഞാൻ റെഡി. എനിക്ക് അമേരിക്കയായിരുന്നു താല്പര്യം. പക്ഷേ എന്തു ചെയ്യാനാ, പാസ്പോർട്ടില്ല. നീ നടക്കുന്ന കാര്യം വല്ലതും ആലോചിക്കേണ്ട സഞ്ജുക്കുട്ട. ഒരു കാറ് മേടിച്ചാലോ? കൊള്ളാം, ഒന്ന് പോടാ. മണ്ടത്തരം പറയല്ലേ റിച്ചു. എന്നാ നിങ്ങൾ ആലോചിക്ക്. എന്നെ കൊണ്ടെങ്കും വയ്യ. അത് പറ്റില്ല. നമ്മൾ കൂട്ടമായി ആലോചിച്ചാൽ നല്ല ബുദ്ധി ആരുടെയെങ്കിലും തലയിൽ ഉദിക്കും. അത് ഉറപ്പാ. എന്നാ ആലോചിച്ചോ. കുട്ടികളെ, എന്താ അങ്കിൾ? നിങ്ങൾക്കൊരു ആഭരണപ്പെട്ടി കിട്ടിയോ? ആഭരണപ്പെട്ടിയോ? അതെ മോനെ, എൻ്റെ മോളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയ ആഭരണങ്ങളാ. അത് നഷ്ടപ്പെട്ടു. എന്റെ ഉണ്ണീശോയെ, ഇനി എന്തു ചെയ്യും? ഇതിലെ അവസാനമായി പോയത് ഒരു തടിച്ച കുട്ടിയാണെന്നൊരാൾ പറഞ്ഞു. തടിച്ച കുട്ടിയെന്ന് പറയുമ്പോൾ നമ്മുടെ പക്രു ആയിരിക്കോ ജോളി? നമുക്ക് പക്രുവിനോട് ചോദിക്കാം. എന്നാൽ കുട്ടികൾ ഈ കാറിലേക്ക് കയറിക്കോ, നമുക്കൊരുമിച്ച് പോവാം. ശരി അങ്കിൾ, വരൂ ജോളി. അങ്കിൾ, നിർത്ത് നിർത്ത്. ദേ, ആ ജോബിയും ജോളിയും ഒരു അങ്കിളിനെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ആഭരണപ്പെട്ടി അങ്കിളിന്റെ ആയിരിക്കോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പദ്ധതികളെല്ലാം പൊളിഞ്ഞ് പാളീസാവും. നിങ്ങൾ പേടിക്കാതിരിക്ക്. ഞാനിപ്പോ ഒരു സൂത്രം കാണിച്ചു തരാം. നിങ്ങൾ എന്താ സ്കൂളിൽ പോവാതെ ഇവിടെ വന്നിരിക്കുന്നത്? അതെ, ഈ പ്രീതിക്കൊരു തലചുറ്റല്. അതുകൊണ്ട് കുറച്ചു നേരം റെസ്റ്റ് എടുത്തതാ. ഈ അങ്കിൾ ഏതാ ജോളി? അങ്കിളിന്റെ ഒരു ആഭരണപ്പെട്ടി നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കിട്ടിയോ കൂട്ടുകാരെ? തടിച്ച ഒരു കുട്ടിയാ അവസാനമായി മഞ്ചാടിക്കുന്നിലൂടെ നടന്നുപോയത്. ഞങ്ങളിൽ തടിച്ച കുട്ടി ഞാനാണല്ലോ. അങ്കിൾ എന്നെ പരിശോധിച്ചോ? അയ്യോ, മോന് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അത് പറ്റില്ല. സംശയം തീർക്കണം.
നിങ്ങളും കാണിച്ചു കൊടുക്ക്. വിശ്വാസമായി മക്കളെ, ഞാൻ പോകുക. അങ്കിൾ എങ്ങോട്ടാ പോകുന്നത്? ആഭരണപ്പെട്ടി കിട്ടാതെ ഞാൻ വീട്ടിലേക്ക് പോവില്ല. വീട്ടിലേക്ക് പോകാതെ അങ്കിൾ എന്തു ചെയ്യും? എനിക്കറിയില്ല കുട്ടികളെ, ദൈവം തന്നെ ഒരു വഴി കാണിച്ചു തരട്ടെ. അയ്യോ, സംസാരിച്ചിരുന്ന സമയം പോയതറിഞ്ഞില്ല. ബെല്ലടിക്കാറായി. വാ, നമുക്ക് പോവാം. എനിക്ക് പക്രു പറഞ്ഞത് വിശ്വാസമായില്ല ജോളി. എനിക്കും വിശ്വാസമായില്ല. എന്തോ കള്ളത്തരമുണ്ട്. നമുക്ക് സെറാഫിനെ വിളിച്ചാലോ ജോളി? വിളിക്കാൻ ജോബി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. പ്രൈസ് ദി ലോർഡ് സെറാഫിൻ. ജാക്സൺ അങ്കിളിന്റെ ആഭരണപ്പെട്ടി നഷ്ടപ്പെട്ടതിൽ കൂട്ടുകാർ വല്ലാതെ ദുഃഖിതരാണെന്ന് തോന്നുന്നു. അതെ സെറാഫിൻ, ഒരു പാവമല്ലേ ജാക്സൺ അങ്കിൾ? ജോബി പറഞ്ഞത് ശരിയാണ്. കടം വാങ്ങിയ പണം കൊണ്ടാണ് ജാക്സൺ അങ്കിൾ അത് വാങ്ങിയത്. പക്രുവിന്റെയും റിച്ചുവിന്റെയും പ്രീതിന്റെയും സഞ്ജുവിന്റെയും സംസാരത്തിൽ ഞങ്ങൾക്ക് എന്തോ കള്ളത്തരം തോന്നി. അതാ ഞങ്ങൾ സെറാഫിനെ വിളിച്ചത്. മിടുക്കി, നീ ശരിയായി ചിന്തിച്ചു. ആഭരണങ്ങൾ പക്രുവിന്റെ ടിഫിൻ ബോക്സിലുണ്ട്. എടാ ഭയങ്കരാ. അവർ ചെയ്ത തെറ്റിന്റെ ആഴം അവർക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ വേണം അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കാൻ. തെറ്റ് സ്വയം തിരുത്താനും ചെയ്തു പോയ തെറ്റിന് ഉണ്ണീശോയോട് ക്ഷമ ചോദിക്കാനും ഒരവസരം കൊടുക്കാൻ. ശരിയാ, കള്ളന്മാരെന്ന് മുദ്ര കുത്തിയാൽ എല്ലാവരും അവരെ ഒറ്റപ്പെടുത്തും. സമ്മതിച്ചു. നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. ഞങ്ങളെന്താ ചെയ്യേണ്ടത്? ഇതെന്താ സെറാഫിൻ? ഇത് വെറും കമ്പുകളാണ്. പക്ഷേ സത്യം തെളിയിക്കാൻ ഇത് ധാരാളം മതി. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. കുട്ടികളെ, ഇത് മാന്ത്രിക കമ്പുകളാണ്. ഈ മാന്ത്രിക കമ്പുകൾക്കൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ആരെങ്കിലും കള്ളം പറഞ്ഞാൽ ഞാൻ ഈ ബോർഡിൽ 100 വരെ എഴുതുന്നതിനിടയിൽ ഈ കമ്പുകൾ വലുതാകും. ജോബി, ജോളി, ഈ കമ്പുകൾ ഓരോന്ന് കൊടുക്കൂ. യെസ് സർ. ഇനി കമ്പുകൾ പരസ്പരം കാണാതെ ഡെസ്കിനുള്ളിൽ പിടിക്കുക. ഓക്കെ, ഞാൻ ബോർഡിൽ എഴുതാൻ പോവുകയാണ്. എന്റെ കമ്പും വലുതായി, കുറച്ചൊടിക്കാം. വലുതായെന്നാ തോന്നുന്നേ, കുറച്ച് ഓടിച്ചേക്കാം. വലുതായോ? വലുതായി, കുറച്ചോടിക്കാം. ഇനി ജോബിയും ജോളിയും ചെന്ന് എല്ലാ കമ്പുകളും വാങ്ങുക. പക്രു, പ്രീതി, സഞ്ജു, റിച്ചു, നിങ്ങളെല്ലാവരും ഓഫീസിലേക്ക് വരൂ. ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ സത്യത്തെ ഭയപ്പെടുന്നു. അതാണ് നിങ്ങൾ കമ്പുകൾ ഒടിച്ചത്. നിങ്ങളെ ഓർത്ത് ഞാൻ അപമാനം കൊണ്ട് തല കുനിക്കുന്നു. നല്ല കുട്ടികളാണോ അതോ ചീത്ത കുട്ടികളാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. ഞങ്ങളോട് ക്ഷമിക്കൂ അങ്കിൾ. ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി.
ചെയ്യില്ല, ഇനി അങ്ങനെ ചെയ്യില്ല അങ്കിൾ. സ്വർണം പക്രുവിന്റെ ടിഫിൻ ബോക്സിലുണ്ട്. കരയണ്ട കരയണ്ട, ഇനി തെറ്റ് ചെയ്യരുത്. ഇല്ല അങ്കിൾ.